ടിക്കറ്റ് ടു ഫിനാലെ ഇന്ന് നടന്ന 2 ടാസ്കുകൾ ഗോൾഡൻ റാബിറ്റും കയ്യാലപ്പുറത്തും. അതിൽ ആദ്യം നടന്നത് ഗോൾഡൻ റാബിറ്റ് ആണ്. ഗാർഡൻ ഏരിയയിൽ 10 കളങ്ങളിലായിട്ട് 10 റാബിറ്റ്സിനെ വെച്ചിട്ടുണ്ട്. ഓരോ റാബിറ്റ്സിന്റെയും പുറകിലായിട്ട് കൂടുകൾ നിർമ്മിക്കാനുള്ള കട്ടകളും വെച്ചിട്ടുണ്ട്. ഈ 10 കണ്ടസ്റ്റൻസിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാറ്റ്ഫോമുകൾ വീതവും കൊടുത്തിട്ടുണ്ട്. 2 ഘട്ടങ്ങളായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ ഈ 10 പേരും ഒരുമിച്ച് പോയിട്ട് അവർക്ക് നേരെ വെച്ചിരിക്കുന്ന കളത്തിലുള്ള റാബിറ്റ്സിന് സ്ട്രോങ് ആയിട്ട് ഷെൽട്ടർ നിർമ്മിക്കുക. ബസർ അടിക്കുന്നതിന് മുമ്പ് തിരിച്ച് അവർക്ക് കൊടുത്തിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ റൗണ്ട്. രണ്ടാമത്തെ റൗണ്ട് ഒരു പോഡിയത്തിലായിട്ട് കുറച്ച് കാർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കാർഡിലും ഇവരുടെ 10 പേരുടെ ഫോട്ടോയും ഉണ്ട്, ഒരു ജോക്കറുടെ ഫോട്ടോയും ഉണ്ട്. ക്യാപ്റ്റൻ ആയിട്ടുള്ള സിജോ വന്നിട്ട് അത് ഷഫിൾ ചെയ്ത് 3 പേരെ കൊണ്ട് ഈ കാർഡ് എടുപ്പിക്കുക. രണ്ടാമത്തെ റൗണ്ടിൽ 3 പേർക്കാണ് മത്സരിക്കാനായിട്ട് അവസരമുള്ളത്. അങ്ങനെ 3 പേരെ കൊണ്ട് ഈ കാർഡ് എടുപ്പിക്കുക. ഈ കാർഡിൽ ആരുടെയൊക്കെ ഫോട്ടോയാണോ അവരാണ് ആ റൗണ്ടിൽ മത്സരിക്കാനായിട്ട് പോകേണ്ടത്. ഇവിടെയാണ് ഒരു ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എത്ര തവണ മത്സരിക്കാൻ അവസരം കിട്ടുന്നു എന്നനുസരിച്ചിരിക്കും. ഓരോ തവണയും കാർഡ് എടുക്കുമ്പോൾ ആരുടെയൊക്കെ ഫോട്ടോയാണ് വരുന്നത് എന്നുള്ളത് ലക്കിനനുസരിച്ചിട്ടിരിക്കും. അതേപോലെ കാർഡ് എടുക്കുന്ന 3 പേരിൽ ഒരാളുടെ കയ്യിൽ ജോക്കറാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 2 പേർക്കേ മത്സരിക്കാൻ കഴിയുള്ളൂ, മൂന്നാമതൊരാൾക്ക് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെ ഈ കാർഡിലെ ഫോട്ടോയിലുള്ള ആൾക്കാർ മത്സരിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അവർ ചെയ്യേണ്ടത് അവരുടെ മുയലിനെ അല്ലാതെ മറ്റാരുടെ വേണേലും കൂട് പൊളിച്ചിട്ട് അവർക്ക് മുയലിനെ സ്വന്തമാക്കാം. ആ മുയലിനെ സ്വന്തമാക്കുന്നതോടൊപ്പം ഈ ആരുടെയാണോ ആ മുയൽ അവർ ഈ റൗണ്ടിൽ നിന്നിട്ട് ഈ ടാസ്കിൽ നിന്നിട്ട് ഔട്ടാവും. ഇതിൽ എത്ര മുയലിനെ സ്വന്തമാക്കുന്നു എന്നുള്ളതല്ല, അവസാനം വരെ ആരുടെയൊക്കെ മുയലിനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതിലാണ് കാര്യം. അങ്ങനെ ഗോൾഡൻ റാബിറ്റിന്റെ ആദ്യത്തെ റൗണ്ട് തുടങ്ങുകയാണ്. ബസർ അടിക്കുമ്പോൾ 10 പേരും ഒരുമിച്ച് നിന്നിട്ട് അവരുടെ നേരെ ഉള്ള കളത്തിലുള്ള മുയലിന്റെ പുറകുവശത്തായിട്ടാണ് കട്ടകൾ വെച്ചിരിക്കുന്നത്. ആ കട്ടകൾ കൊണ്ടിട്ട് കൂട് നിർമ്മിക്കുകയാണ് മുയലിന് വേണ്ടിയിട്ട്. ഇതിൽ നോറ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് കട്ടകൾ മാത്രം എടുത്തിട്ട് പെട്ടെന്ന് കൂട് നിർമ്മിച്ച് വന്ന് പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം സ്ട്രോങ് ആയിട്ട് കൂട് നിർമ്മിച്ച് ബസർ അടിക്കുന്നതിന് മുമ്പ് പ്ലാറ്റ്ഫോമുകളിൽ വന്ന് നിൽക്കുക. അങ്ങനെ ആദ്യത്തെ റൗണ്ട് എല്ലാവരും ഫിനിഷ് ചെയ്തു. അടുത്തത് സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ടിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള സിജോ കാർഡുകൾ ഷഫിൾ ചെയ്ത് 3 പേരെ കൊണ്ട് എടുപ്പിക്കുകയാണ്. ആദ്യം കാർഡ് എടുക്കുന്നത് നന്ദന, ശ്രീതു, ജിൻഡോ. അതിൽ ഇവർ 3 പേരും എടുക്കുന്ന ഓരോരുത്തരുടെയും കയ്യിലുള്ള ഫോട്ടോകൾ ശ്രീതുവിന്റെയും ജാസ്മിന്റെയും ഋഷിന്റെ ആയിരുന്നു. അങ്ങനെ ശ്രീതുവും ജാസ്മിനും ഋഷിയും 2ാം ഘട്ടത്തിൽ മത്സരിക്കാനായിട്ട് വരുന്നു. ഈ സെക്കൻഡ് റൗണ്ടിൽ 1 മിനിറ്റാണ് സമയദൈർഘ്യം ഉള്ളത്. 1 മിനിറ്റിനുള്ളിൽ ആരുടെയെങ്കിലും കൂട് പൊളിച്ച് മുയലിനെ കരസ്ഥമാക്കി സ്വന്തം പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കണം. ഋഷി ആദ്യം തന്നെ നോറേന്റെ ഷെൽട്ടറാണ് പൊളിക്കുന്നത്. കുറച്ചല്ലേ കട്ടകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പൊളിക്കുന്ന കട്ടകൾ ഇതിന്റെ സെന്ററിലായിട്ടൊരു വലിയ കളമുണ്ട്. ആ കളത്തിലാണ് കൊണ്ടുവന്നിടേണ്ടത്. അവിടെ ഇവിടെ വലിച്ചെറിയാനായിട്ട് പാടില്ല. അപ്പോൾ ആദ്യം തന്നെ ഋഷി നോറേന്റെ ഷെൽട്ടർ പൊളിച്ച് നോറേന്റെ മുയലിനെ കരസ്ഥമാക്കി. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ നോറ ഔട്ടായി. അടുത്തതായിട്ട് കാർഡ് എടുക്കുന്നവര് അർജുനും അഭിഷേകും ജിൻഡോയുമാണ്. ഇതിൽ അഭിഷേകിന്റെ കയ്യിൽ ജോക്കറാണ്, അതുകൊണ്ട് മൂന്നാമത്തെ ഒരാൾക്ക് മത്സരിക്കാൻ കഴിയില്ല. ജിൻഡോന്റെ കയ്യിൽ സ്വന്തം ഫോട്ടോ തന്നെയായിരുന്നു, അർജുന്റെ കയ്യിൽ അഭിഷേകിന്റെ ഫോട്ടോ ആയിരുന്നു. അങ്ങനെ ജിൻഡോയ്ക്കും അഭിഷേകിനും മത്സരിക്കാനായിട്ട് അവസരം കിട്ടുന്നു. ജിൻഡോ എന്ത് ചെയ്യുന്നു, ജാസ്മിന്റെ ഷെൽട്ടർ പോയി ടാർഗറ്റ് ചെയ്ത് അത് പൊളിച്ച് 1 മിനിറ്റിനുള്ളിൽ മുയലിനെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ ആ റൗണ്ടിൽ ജാസ്മിൻ ഔട്ടാവുന്നു. അടുത്തതായിട്ട് കാർഡ് എടുക്കുന്നത് സായി, നന്ദനെ, ഋഷിയാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോകൾ നന്ദനേന്റെയും ഋഷിന്റെയും ജിൻഡോന്റെയാണ്. അങ്ങനെ നന്ദനയും ഋഷിയും ജിൻഡോയും കൂടി കളിക്കാൻ വരുന്നു. ഇവർ 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നു. ജിൻഡോ ഋഷിന്റേത് എടുക്കുന്നു, നന്ദന ജിൻഡോന്റെ എടുക്കുന്നു, ഋഷി നന്ദനയുടെ എടുക്കുന്നു. അങ്ങനെ 3 പേരും ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവുന്നു. ഈ 3 പേരും കൂടുതൽ ആലോചിക്കാനും ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനും ഒന്നും നിന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്തു. 3 പേരുടെയും ഓരോരുത്തരായിട്ട് എടുത്തു. അങ്ങനെ 3 പേരും ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവുകയും ചെയ്തു. അടുത്തതായിട്ട് കാർഡ് എടുക്കുന്നത് ശ്രീതുവും അർജുനും സായിയാണ്. അവരുടെ കാർഡുകളിൽ ഉണ്ടായിരുന്നത് സിജോയും ശ്രീതുവും സായിയാണ്. അങ്ങനെ സിജോയും ശ്രീതുവും സായിയും ഗെയിം കളിക്കാനായിട്ട് വരും. അതിൽ സായി ശ്രീതുവിന്റെ റാബിറ്റിനെ എടുത്തിട്ട് ശ്രീതുവിനെയാണ് ആ റൗണ്ടിൽ നിന്ന് ഔട്ടാക്കുന്നത്. അടുത്തതായിട്ട് കാർഡ് എടുക്കുന്നത് സായിയും അർജുനും അഭിഷേകുമാണ്. അതിലൊരാളുടെ കയ്യിൽ ജോക്കർ ആയിരുന്നത് കൊണ്ട് സായിക്കും അഭിഷേകിനും മാത്രമാണ് മത്സരിക്കാനായിട്ട് വരാൻ പറ്റിയത്. അപ്പൊ അവര് വന്നിട്ട് സിജോനെയും അർജുനെയും ടാർഗറ്റ് ചെയ്ത് അവരുടെ റാബിറ്റ്സിനെ എടുത്തിട്ട് സിജോനെയും അർജുനെയും ആ റൗണ്ടിൽ ഔട്ടാക്കുന്നു. അങ്ങനെ അവസാനം സായിയും അഭിഷേകും മാത്രമാവുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇതിൽ ഇനി 1 മിനിറ്റ് ടൈം എന്നുള്ളതില്ല. ആദ്യം ആരാണോ കൂട് തകർത്തിട്ട് റാബിറ്റ്സിനെ എടുത്തിട്ട് പോയി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് അവരാണ് ഈ ഇതിൽ ജയിച്ചിരിക്കുന്നത് എന്നുള്ളത്.
സായി ഭയങ്കര സ്ലോ ആയിട്ട് വന്നിട്ട് കൂട് പൊളിച്ച് സായിക്ക് വേണമെങ്കിൽ ആദ്യം ചെയ്യായിരുന്നു. പക്ഷെ ഭയങ്കര സ്ലോ ആയിട്ട് പോയി കൂട് പൊളിച്ച് സായി വിട്ടു കൊടുത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിട്ട് കൊടുത്തതെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അഭിഷേക് നല്ലതുപോലെ കളിച്ചിട്ടുണ്ട്. അഭിഷേകിന്റെ കാര്യത്തിൽ ഫാസ്റ്റിൽ വന്നിട്ട് എടുത്ത് പോയി പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങനെ അഭിഷേകാണ് ഈ ടാസ്കിൽ, ഈ ഗോൾഡൻ റാബിറ്റ് എന്ന് പറഞ്ഞ ടാസ്കിൽ ജയിച്ചിട്ടുള്ളത്. അഭിഷേകിന് 3 പോയിന്റ്, രണ്ടാമത് വന്നത് സായിയാണ്, സായിക്ക് 2 പോയിന്റ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടാസ്ക് കയ്യാലപ്പുറത്ത്. ഒരു പലകേന്റെ ഒരറ്റത്ത് ഒരു കപ്പ് വെച്ചിട്ടുണ്ട്, മറ്റേ അറ്റത്ത് ബോൾ വെച്ചിട്ട് പലകേന്റെ അടിയിലായിട്ട് കൈ പിടിക്കാനുള്ള 2 സ്റ്റിക്ക് പോലെ ഉണ്ടാവും. അതിൽ പിടിച്ചിട്ട് ബോൾ ബാലൻസ് ചെയ്ത് ഈ കപ്പിലിടുക എന്നുള്ളതാണ് ടാസ്ക്. അങ്ങനെ ഈ ടാസ്കിൽ ആദ്യം മത്സരിക്കാൻ വരുന്നത് നോറയും അർജുനുമാണ്. അതിൽ അർജുൻ 4 ബോള് ബാലൻസ് ചെയ്തിട്ട് കപ്പിലിടുന്നു, നോറ 3 ബോള്. അത് കഴിഞ്ഞിട്ട് സായിയും സിജോയും വരുന്നുണ്ട്. സായി 2 ബോളും ഇടുന്നു, സിജോ 4 ബോളും ഇടുന്നു. പിന്നെ വരുന്നത് അഭിഷേകും ഋഷിയുമാണ്. അതിൽ അഭിഷേക് 6 ബോള് ബാലൻസ് ചെയ്തിരുന്നുണ്ട്, ഋഷി 2. അത് കഴിഞ്ഞിട്ട് ശ്രീതുവും നന്ദനയും വരുന്നു, 1 ബോളും ഇടുന്നില്ല, അവർക്ക് 2 പേർക്കും 0. അത് കഴിഞ്ഞ് ജാസ്മിനും ജിൻഡോയും വരുന്നു. അതിൽ ജിൻഡോ 3 ബോൾ ഇടുന്നു, ജാസ്മിൻ 0. ഈ ടാസ്കിൽ അഭിഷേകാണ് 6 ബോളിട്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷെ സെക്കൻഡ് അർജുനും സിജോയുമാണ്. കാരണം അവർക്ക് 2 പേരും 4 ബോൾ വീതം കപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇതിലും ടൈം ഒന്നും വെക്കുന്നില്ല, ആരാണോ ആദ്യം 5 ബോൾ ഇടുന്നത് അവർ ഈ ടാസ്കിൽ സെക്കൻഡ് വരും എന്നുള്ളത്. അങ്ങനെ രണ്ടാമത് അർജുനും സിജോയും കൂടെ മത്സരിക്കുകയാണ്. അതിൽ അർജുൻ ആദ്യം തന്നെ 5 ബോൾ ഇടുന്നു, സിജോയ്ക്കൊന്നും ഇടാൻ പറ്റിയില്ല. അങ്ങനെ സെക്കൻഡ് അർജുൻ വരുന്നു, അർജുന് 2 പോയിന്റ്, സിജോ തേർഡ് വരുന്നു, സിജോയ്ക്ക് 1 പോയിന്റ്. അഭിഷേക് ഒന്നാമത്, അഭിഷേകിന് വീണ്ടും 3 പോയിന്റ്. അങ്ങനെ ഇന്നത്തെ 2 ടാസ്കുകളിലും വിജയിച്ചിട്ടുള്ളത് അഭിഷേകാണ്. ടിക്കറ്റ് ടു ഫിനാലേന്റെ പൊസിഷൻസ് പറയുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വന്നിരിക്കുന്നത് അഭിഷേകാണ്, 6 പോയിന്റ്സ് വീതം. സെക്കൻഡ് സായിയും അർജുനും, അവർക്ക് 2 പോയിന്റ്സ് വീതം. തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് സിജോ, അതേപോലെ ജാസ്മിൻ, ഋഷി, അവർക്ക് ഓരോ പോയിന്റ് വീതം.